പൈപ്പിംഗ് ബാഗ് ആട്ടോ. ഇതിൽ നമ്മൾ ക്രീം നിറക്കണ്ട. പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൽ നമ്മൾ ക്രീം നിറച്ചു കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കും. എന്നാലേ നമുക്ക് ഒരേ ലെവലിൽ ക്രീം ഫില്ലായി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫിനിഷിങ് കിട്ടണമെങ്കിലും പൈപ്പിംഗ് ബാഗ് തന്നെ യൂസ് ആക്കാം. ഇട്ടതിന് ശേഷം എന്താ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്താ ആദ്യം ഒരു ബേസ് കേക്കിൽ കുറച്ച് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. നമ്മളെ കേക്കിന്റെ സ്പഞ്ച് വെക്കുമ്പോൾ തെന്നി പോകാതെക്കാണ് കേട്ടോ. എന്നിട്ട് നടുവിന് കട്ട് ചെയ്ത പീസാണ് ബേസ് ആക്കിയിട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഏറ്റവും അടിയിൽ കൊടുക്കുന്നത് നടുവത്തെ പീസാണ്. നടുവത്തെ പീസ് വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ഇതേപോലുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് അതിന്റെ മൂടിക്കുന്ന ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പിന്റെ അളവ് വന്നിട്ടുള്ളത് അത്യാവശ്യം നനയ വേണമെന്നാ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്നും കേക്കിന്റെ ബോട്ടിൽ ഒലിച്ചിറങ്ങരുത്. കണ്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഷുഗർ സിറപ്പ്. പക്ഷെ ഒരിക്കലും പുറത്തേക്ക് ഒലിച്ചിറങ്ങരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കേക്കിന്റെ പുറത്തോട്ട് ഷുഗർ സിറപ്പ് വന്നുകൊണ്ടേ നിൽക്കും. ഇത്ര മതി കേട്ടോ ഷുഗർ സിറപ്പ്. കണ്ടില്ലേ നമ്മൾ പ്രസ് ചെയ്ത് നോക്കാം നല്ല വെള്ളം ഉണ്ടോ നോക്കണം. പക്ഷെ വെള്ളം ഓവറായിട്ട് മേലേക്ക് നിൽക്കരുത്. ഇത്ര മതി കേട്ടോ. ഇനി നമ്മൾ നോർമൽ ഇതാ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഐസിങ് നൈഫ് എടുത്തിട്ട് ഇതാ ക്രീമിൽ ടച്ച് ചെയ്യണം. ബ്രെഡിൽ നമ്മൾ ഇതിൽ സ്പഞ്ചിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ക്രംസ് നമ്മൾ ക്രീമിലേക്ക് ആകുക കേട്ടോ. കണ്ടില്ലേ എന്താ ഇപ്പം എല്ലാ കത്തും ഒരേപോലെ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ട്രോബെറിന്റെ ഇതുപോലെയുള്ള ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഐസിങ് നട്ട്സ് വെച്ചിട്ട് അതൊന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിൽ നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതും ഇതിലേക്ക് ഇട്ടു. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് കയ്യിലിട്ടു കേട്ടോ. എന്താ നമ്മൾ ഫസ്റ്റ് ലെയർ ഫില്ല് ആയിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലെയറാണ്. ടോപ്പ് പോർഷൻ മേലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കുക. വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ പോർക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കാരണം ടോപ്പ് പോർഷൻ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോലെ ഇല്ലല്ലോ, അതുകൊണ്ട് ഷുഗർ സിറപ്പ് ആകാൻ വേണ്ടിയിട്ട് എന്താ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രീം ആക്കി കൊടുക്കുക. നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ വരാനാണ്. അടുത്തത് ക്രഷ് യൂസ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിൽ ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും അടിയിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ്. ആ അടിയിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം അടിഭാഗത്തും കട്ട് ചെയ്യാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന പോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് തട്ടി കൊടുക്കാം. അതിൻ്റെ ക്രംസ് ഉണ്ടാവും, ഒന്ന് തട്ടിയിട്ട് വേണം നമ്മളെ ക്രീം ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ നാളെ നമ്മൾ കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെക്കുക കേട്ടോ. ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ലൂസാണ് കേട്ടോ, ഐസിൻ്റെ കട്ട ഉണ്ടാകാൻ പാടില്ല. ഒരു കപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി
ബീറ്ററിന്റെ ബ്ലേഡ് ഇടുന്നത് ഇങ്ങനെ കേട്ടോ. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഫസ്റ്റ് സ്പീഡിലിട്ട്. സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മളെ ക്രീം ഒരു ബബിൾസ് വരും. ഫസ്റ്റ് സ്പീഡിൽ ഒരു 2 മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് നമ്മളെ ക്രീം. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ വേറെ ഒരു ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാണ്. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രീം കണ്ടോ കുറച്ചൊരു കട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ കുറച്ച് കട്ടി വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് 1 മിനിറ്റും കൂടെ ആയപ്പോ ഒന്നും കൂടെ നല്ലൊരു സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നല്ല ഒരു 1/2 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നും കൂടെ സ്റ്റിഫ് ആവും. നമ്മള് 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ക്രീം നമ്മൾ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് സ്റ്റെപ്പ് നിർത്തുക, ബീറ്റിംഗ് സ്റ്റെപ്പ് നിർത്തുക. ഇനി ഞാൻ തേർഡ് സ്പീഡിൽ ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ നമ്മൾ തേർഡ് സ്പീഡിലിട്ട് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റിഫായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യേണ്ട, ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചുള്ള ക്രീം ഒന്നിങ്ങനെ കമത്തിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ചാടിയിട്ടില്ലല്ലോ. ഇതാ സ്റ്റിഫ് ആയാലത് അവിടെ എങ്ങനെയും നിൽക്കും. ഇങ്ങനെ കാട്ടുമ്പോഴൊന്നും ഒലിച്ചു വരുന്നൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മൾ ക്രീം ബീറ്റിങ്ങിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് ടോട്ടല് 3.5 മിനിറ്റ് ആണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്ര മതി. പിന്നെ ചില ക്രീമിൽ മധുരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയതിന് ശേഷം പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ 1 kg ചെയ്യുമ്പോൾ ഒരു കപ്പും 1.25 കപ്പ് ക്രീം എടുക്കുക. 1/2 kg ചെയ്യുമ്പോൾ 1 കപ്പൊക്കെ എടുക്കുക കേട്ടോ. പഠിക്കുന്നവരായതുകൊണ്ട് ബിഗിനേഴ്സ് ആയവര് പഠിക്കുന്നവര്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ബീറ്റിംഗ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മെലോന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഒരു കത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്താ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ നോർമലി ഷുഗർ സിറപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ് വെള്ളത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ലൈറ്റ് ചൂടാക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. പിന്നെ നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം. പിന്നെ യൂസ് ചെയ്യുന്ന നോസിൽ വന്നിട്ട് സ്റ്റാർ നോസിലാട്ടോ. സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. ഇതാ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത ക്രംസ് ഉണ്ടാവും, ഒന്ന് തട്ടിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട്സ് ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതാ അടുത്തത് ക്രീം മേലെ തന്നെ ക്രീം ആക്കി കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. പാലക് നൈഫ് ഒന്ന് എന്ത് ചെയ്താ ടവൽ വെച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളെ കേക്ക് ടേബിൾ നല്ല ബാലൻസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം.
റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ്പെൻസ് ആയിട്ടുള്ള ക്രീം സൈഡിലേക്ക് ഇറങ്ങും. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഐസിങ് നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് സൈഡിലും പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ഇടുക. ഇത് ഫസ്റ്റ് കോട്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്രീം ഇടുന്ന ഇതാണ്, ഫസ്റ്റ് കോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഫിനിഷ് ആക്കി ഇട്ടാൽ മതി. ഫസ്റ്റ് കോട്ടാണത്. എന്നിട്ട് ഫസ്റ്റ് കോട്ട് ഇട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ കേട്ടോ, ഫ്രീസറിൽ തണുക്കാൻ വെക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ തണുക്കാൻ വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെയുള്ള സ്ക്രാപ്പർ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്തതുപോലെ കാർഡാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനെ പൊടിക്കാനൊക്കെ പറ്റിയ കാർഡാണ്. ഈ കാർഡ് യൂസ് ആക്കിയിട്ട് സൈഡ് ക്ലീൻ ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതാ നമ്മളെ കാർഡ് ഇങ്ങനെ കേക്കിൽ വെക്കുക. കേക്കിൽ എന്നാൽ ജസ്റ്റ് വെച്ചാൽ മതി, ഓവർ പ്രഷർ കൊടുക്കരുത്. എന്നിട്ട് നമ്മളെ ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഫിനിഷിങ് ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ സൈഡൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ട് വരും. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഫസ്റ്റ് കോട്ട് നമുക്ക് ജസ്റ്റ് ക്രംസ് മാത്രം ഒന്ന് മറിഞ്ഞാൽ മതി. എന്നിട്ട് ആ ക്രീം കളഞ്ഞതിന് ശേഷം മേലേ ഭാഗം ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ ടൈം ചെയ്യുമ്പോഴും അതിൻ്റെ ക്രീം ഇങ്ങനെ തുടച്ചു കൊടുക്കണേ. ഇതാ ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് തുടച്ച് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കോട്ടാണ്, ഇത്ര മതി. ഇതാ സൈഡൊക്കെ കണ്ടില്ലേ, സൈഡൊക്കെ ഫിനിഷിങ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അരമണിക്കൂർ കേട്ടോ. നമ്മൾ കേക്ക് ബോർഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലെ സെക്കൻഡ് കോട്ട് ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് കോട്ട് അത് നോർമൽ എന്തെങ്കിലും നമ്മളെ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ഫുള്ള് ക്രീം ഇട്ടിട്ട് എന്ത് ചെയ്യാം ആദ്യം കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്ക്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള ഫില്ലിങ് കുറച്ചിട്ട് പുറത്ത് കൊടുക്കുന്ന ഐസിങ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഫിനിഷിംഗ് ആണ് പഠിക്കേണ്ടത് ഇത് കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം അതിനനുസരിച്ച് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മൾ പാലക് നൈഫ് ഉണ്ടല്ലേ, ക്ലീൻ ആയിട്ടുള്ള പാലക് നൈഫ് എടുത്തിട്ട് ഐസിങ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഇതാ കേക്കിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ ക്രീമൊക്കെ കേക്കിലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സൈഡ് വലിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഫുള്ള് ക്രംസും മറിഞ്ഞു. ഫുള്ള് ക്രംസും കേക്കിന്റെ സ്പഞ്ചൊന്നും കാണുന്നില്ല, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ക്രീം നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രീം ഇട്ടിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. സൈഡും അതേപോലെ എന്ത് ചെയ്യാം കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര മതി. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ ക്രീം വേണ്ട. അപ്പൊ നമ്മളൊരു കേക്ക് കവർ ചെയ്യാനുള്ള ക്രീം നമ്മൾ ഇതിലിട്ടിട്ട് ഇനി നമ്മൾ നോർമൽ ഇതാ ഈ കാർഡ് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കേക്ക് സൈഡ് ഫിനിഷ് ആയി കിട്ടും. അതിന് നമ്മളെ കേക്ക് ടേബിൾ നമുക്ക് നല്ല ബാലൻസ് വേണം കേട്ടോ. നല്ല റൊട്ടേറ്റ് ചെയ്യണം, തിരിയണം. ഇത് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ ആ സ്ക്രാപ്പർ യൂസ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ അച്ച് വരും. അപ്പം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തിരിയണം നമ്മളെ ടേബിള്. ഇതാ സൈഡ്
മതി. സൈഡ് ഫിനിഷ് ആയിട്ടോ. ഇതാ കണ്ടില്ലേ, കേക്കിന്റെ സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യുന്നത്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ വലിച്ചു കൊടുക്കുക, അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. നമ്മള് മുകൾ ഭാഗം സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു ടവലൊക്കെ വെച്ചിട്ട് കേക്ക് ടേബിൾ ക്ലീൻ ചെയ്യാം. ഓരോ ടൈം ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് ടേബിൾ ക്ലീൻ ചെയ്യണം. ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിന്റെ സൈഡിലുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ കൊടുക്കണം. ഇതാ ഞാൻ ചോക്ലേറ്റിന്റെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതാ ഒരു ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഡയറക്റ്റ് വെച്ചാല് നമ്മളെ കയ്യിലൊക്കെ ഒട്ടിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടൂല. ഫസ്റ്റ് കോട്ട് ഇട്ട് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട. സെക്കൻഡ് കോട്ട് ഇട്ട കൂടെ തന്നെ നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്യണം. സെക്കൻഡ് കോട്ട് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഇതുമ്പോൾ പിടിക്കൂല കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ സ്ക്രാപ്പർ എടുത്തിട്ട് അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ. സൈഡിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈഡ് ഫുള്ള് കവർ ചെയ്തെടുക്കാം കേട്ടോ ചോക്ലേറ്റ്. വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കത്തി വെച്ചിട്ടാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പീലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കേക്ക് ഫുള്ള് ചോക്ലേറ്റ് സൈഡിൽ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതിന്റെ മേലെ ഡെക്കറേഷൻ കൊടുക്കണം. അപ്പൊ അതിന് യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാർ നോസിലാണ്. നോസിൽ എങ്ങനെ ഇടാന്ന് നോക്കിയതാ. നമ്മൾ നോർമൽ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നോസിലിടാം. കണ്ടോ, നോസിലിട്ടിട്ട് നോസിൽ ബാക്കൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നോസിൽ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ നോസിൽ ഇത്ര പുറത്തേക്ക് വരണം കേട്ടോ. ഇത്ര പുറത്തേക്ക് വരണം. എന്നിട്ട് നമുക്ക് ഇതിൽ ക്രീം നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് കണ്ടില്ലേ, സൈഡിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത് ബോർഡൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ഫ്ലവർ വെക്കാം കേട്ടോ. ഇതാ ഫ്ലവർ വെക്കണേ. നമ്മളെ നോസിൽ കേക്കിൽ ടച്ച് ചെയ്യാതെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, പ്രസ് ചെയ്യാ, റൗണ്ട് ചെയ്യാം. ഇതങ്ങനെ പ്രസ് ചെയ്യാം, റൗണ്ട് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കേക്കില് നമ്മളെ നോസിൽ ടച്ച് ചെയ്യരുത്. അപ്പൊ നമ്മൾ നല്ല ഭംഗിയുള്ള പൂ വെച്ചിട്ടുണ്ട്. ആ ഒരു നോസിൽ വെച്ചിട്ട് ഫുള്ള് പൂ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കിൽ ഫുള്ള് പൂ വെച്ചിട്ടുണ്ട്. ഇത്ര ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ.